നമസ്കാരം. ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാത്തിരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിസംബർ മാസം 9-ാം തീയതിയിലെ PSC മീറ്റിംഗ് പ്രകാരം ഡിസംബർ 30-ന് നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഓൾറെഡി PSC ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. 30-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷനോട്ടുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസോട് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. നമ്മുടെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആളുകൾക്ക് ആപ്പിന്റെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്ലേ സ്റ്റോറിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് PSC ചലഞ്ചർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും 30/12/2024 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 29/1/2025 വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, 527/2024 എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ. കാറ്റഗറി നമ്പറിന്റെ ഫേമിന്റെ പേര് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നുള്ളതാണ് തസ്തികയുടെ പേരും. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 23,000 തൊട്ട് 50,200 വരെയാണ്. നമ്മൾ മുമ്പ് പ്രതീക്ഷിച്ചത് പോലെ തന്നെ 14 ജില്ലകളിലോട്ടുമുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഓരോ ജില്ലയിലും എത്രയാണ് വാക്കൻസീസ് എന്ന് പറഞ്ഞിട്ടില്ല. ആന്റിസിപ്പേറ്റഡ് വാക്കൻസികളാണ്, പ്രതീക്ഷിത ഒഴിവുകളാണ്. എന്തായാലും ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനിയും ഏറെക്കുറെ 1.5 വർഷത്തോളം സമയമുണ്ട്. അപ്പോഴേക്കും ഇതിന്റെ പ്രിലിംസും മെയിൻസും കംപ്ലീറ്റ് ആക്കിക്കൊണ്ടായിരിക്കും ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവുന്നത്. ആ സമയം കൊണ്ട് തന്നെ മാക്സിമം വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് സാധാരണ മറ്റുള്ള PSC പരീക്ഷകളെ പോലെ തന്നെ 18 തൊട്ട് 36 വയസ്സ് വരെ തന്നെയാണ്. ഓക്കെ, അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2/1/1988-നും 1/1/2006-നും ഇടയിലുള്ള ആളുകൾക്കാണ് ജനിച്ചിരിക്കുന്ന ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. 2 ഡേറ്റ്സും ഇൻക്ലൂഡഡ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വിവലന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. LDC ഒക്കെ പോലെ തന്നെ 10ാം ക്ലാസ് പാസ് ആയിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഡിഗ്രി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ അപേക്ഷിക്കാവുന്നതാണ്. 10th ക്വാളിഫിക്കേഷൻ മാത്രമാണ് ഇതിനൊരു മാനദണ്ഡമായിട്ട് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ആയി പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ PSC പരീക്ഷ പോലെ തന്നെയാണ്. ഒക്കെ നിയമാനുസൃതമുള്ള ഏജ് റിലാക്സേഷൻ OBC വിഭാഗക്കാർക്കും SC/ST വിഭാഗക്കാർക്കും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് പ്രിലിംസും അതുപോലെ തന്നെയാണെങ്കിൽ മെയിൻസും ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, പ്രിലിംസും 2025-ലെ 10th പ്രിലിംസിന്റെ കൂട്ടത്തിലായിരിക്കും ഇതിന്റെ പ്രിലിംസ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അതിനുശേഷം സെപ്പറേറ്റ് മെയിൻസ് പരീക്ഷ ഉണ്ടാവും. മെയിൻസിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു. അതുപോലത്തെ സ്പെഷ്യൽ ടോപ്പിക് ഉള്ള ഒരു സിലബസ് തന്നെയായിരിക്കും മെയിൻസിൽ ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും 2025 മെയ് ജൂൺ മാസങ്ങളിലൊക്കെ നമുക്ക് ഇതിന്റെ പ്രിലിംസ് പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നീണ്ടു പോകാനും സാധ്യതയുണ്ട്. കാരണം April മെയ് മാസങ്ങളിലൊക്കെ ഡിഗ്രി പ്രിലിംസ് നടക്കുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇത് കുറച്ച് ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. എക്സാക്ട്ലി ഏത് മാസമായിരിക്കും ഇതിന്റെ പ്രിലിംസ് പരീക്ഷ എന്നുള്ളത് ജനുവരി മാസം PSC പുറത്തിറക്കാൻ പോകുന്ന ടെന്റേറ്റീവ് ആനുവൽ കലണ്ടറിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ പഠനം ആരംഭിക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ശേഷം 10th ലെവൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഓപ്പർച്യൂണിറ്റിയുള്ള അല്ലെങ്കിൽ സ്കോപ്പുള്ള മറ്റൊരു തസ്തികയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഈ തസ്തിക. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിന് അവസാന ഡേറ്റ് ആയിട്ടുള്ള ജനുവരി 29-ന് മുമ്പ് തന്നെ അപേക്ഷിച്ച് തുടങ്ങുക. നിങ്ങളുടെ പ്രൊഫൈലിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. ഏതായാലും പ്രൊഫൈൽ ചെക്ക് ചെയ്തുകൊണ്ട് അവസാന ഡേറ്റിന് മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കുക. 527/2024 ആണ് കാറ്റഗറി നമ്പർ. ചലഞ്ചർ ആപ്പിൽ ഇതിന്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കോഴ്സ് ലഭ്യമാണ്. താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. ഇതുപോലെ തന്നെ നാളെ വീണ്ടും IRB എന്ന് പറയുന്ന 10th ലെവൽ യോഗ്യതയുള്ള മറ്റൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് HSA കോഴ്സുകളുടെ നോട്ടിഫിക്കേഷൻ നാളെ 31-ാം തീയതിയാണ് വരുന്നത്. എല്ലാവരും നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് പ്രകാരം എല്ലാം അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.